വടിക്ക് പുറത്തുനിന്ന് CPM വ്യക്തമാക്കിയതോടെ അൻവറിന്റെ വിമർശനങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. CPM അണികളോടുകൂടി അൻവറിനെതിരെ രംഗത്തിറങ്ങാൻ പാർട്ടി ആഹ്വാനം ചെയ്തതോടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കും തുടക്കമായിരിക്കുന്നു. അൻവർ കാണിക്കുന്നത് അല്പത്തരമെന്നാണ് CPM ആവർത്തിക്കുന്നത്. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന്റെ ജിഹ്വയാണ്. വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും പ്രചാരണമാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളുമായി ചേർന്ന് നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജാഗ്രത പാലിക്കാനും കഴിയണമെന്നും സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ബന്ധം അവസാനിച്ചു എന്ന് MV ഗോവിന്ദൻ പറഞ്ഞെങ്കിൽ അവസാനിച്ചു എന്നായിരുന്നു PV അൻവർ MLA യുടെ പ്രതികരണം. പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലീസ് പോകുകയാണ്. അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അൻവർ പറഞ്ഞു. തന്നെ കുറ്റവാളിയാക്കുന്നവർ താൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ എന്നുള്ള മറു ചോദ്യം കൂടി അൻവർ ചോദിച്ചു. ബന്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാൽ അവസാനിച്ചല്ലോ. സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമല്ലേ അതിന് തീരുമാനം പറയേണ്ടത്. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഈ ഗവൺമെന്റിന് എതിരാക്കുക, പൊതുവിൽ ജനവികാരം, ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ, ചെറിയൊരു ആശ്വാസമുണ്ട്. 5000 രൂപ ഫൈനിട്ട് 500 ആയിട്ടുണ്ട്. ഒരു ലോറിയിൽ ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ 30,000 40,000 അനുമോദനമൊക്കെ അറിയാലോ. നിങ്ങളിതിനും മിണ്ടാറ്, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞൂടെ? ഇപ്പൊ 30,000 ഒന്നുമില്ല. ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ ഏറ്റുപറഞ്ഞത്. അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എന്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഏറ്റുപറച്ചിൽ തുറന്നുകൊണ്ടിരിക്കും. PV അൻവർ മൂർദാബാദ് എന്ന് വിളിച്ച സഖാക്കൾ പിന്നീട് സത്യം മനസ്സിലാക്കി തനിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടെന്നും PV അൻവർ പറയുന്നു. അന്ന് മറ്റുള്ളവർ എടുത്ത പണി ഇന്ന് പാർട്ടി നേതൃത്വം എടുക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സഖാക്കൾ കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ടല്ല ജയിച്ചത്, ടീച്ചറോടുള്ള വിരോധം കൊണ്ടല്ല വടകരയിൽ തോറ്റത്. അതുപോലും പരിശോധിക്കാതെ തന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും PV അൻവർ കുറ്റപ്പെടുത്തും. PV അൻവർ മൂർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി PV അൻവർ സഖാവെ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിന്. അപ്പൊ അന്ന് വേറെ വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തുകയാണെങ്കിൽ നടത്തട്ടെന്ന്. അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക്. അത്രയും കുറച്ച് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ടീച്ചർ മത്സരിച്ചല്ലോ വടകരയിലല്ലേ. നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 1,00,000 വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടെങ്കിലും ടീച്ചർക്ക് കിട്ടിയിരുന്ന ടീച്ചർ ഒരു 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസമുണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്ത് ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്ത, പ്രതിഷേധം രേഖപ്പെടുത്തിയ പിണറായി അടക്കമുണ്ടായില്ലേ. കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. അത് വിലയിരുത്തിയോ? ഈ പാർട്ടി വിലയിരുത്തിയോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ കസ്റ്റംസിന്റെ സ്വർണ്ണ പരിശോധകനായ കൊണ്ടോട്ടി സ്വദേശി ഉണ്ണിയുടെ സ്വത്തുവകകൾ PV അൻവർ സന്ദർശിക്കുകയാണ്. ഇയാൾ പോലീസിന്റെ അനധികൃത സ്വർണ്ണക്കടത്തിന് സഹായം നൽകിയാണ് സ്വത്ത് സമ്പാദിച്ചതെന്നാണ് PV അൻവറിന്റെ ആരോപണം. അൻവറുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു CPM. അൻവറിന്റെ വഴിയെന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് CPMന്റെ നിലപാട്. അൻവറിനെതിരെയുള്ള ഫോൺ ചോർത്തലടക്കമുള്ള കേസുകളിൽ അന്വേഷണവും ശക്തമാക്കിയേക്കും. അതേസമയം അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ UDF ഉടൻ ശ്രമിക്കില്ല. പകരം അൻവറിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞ PV അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് PV അൻവറിനെ പുറത്താക്കാൻ, ഇനി ഒരു ബന്ധവും അൻവറുമായി CPM ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും നിർബന്ധിതമാക്കിയത്. കാരണം നിയമസഭയിൽ വന്നാലും PV അൻവർ CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. അങ്ങനെ ഇടതുപക്ഷ
നിയമസഭാ കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ആ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു MLA സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്ത് വരുന്നത് സഭയ്ക്കുള്ളിൽ അനുവദിക്കേണ്ട നിലപാടാണ് CPM എത്തിച്ചേർന്നത്. അങ്ങനെ വന്നാൽ അത് പ്രതിപക്ഷത്തിന് UDF-ന് കൂടുതൽ കരുത്തും ആയുധവുമായി മാറും. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് വളരെ പെട്ടെന്ന് അൻവറിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനമെടുത്തത്. അൻവർ സ്വമേധയാ ആ നിയമസഭാ കക്ഷി അംഗത്വം വലിച്ചെറിഞ്ഞ് പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ തിരുത്തി കൂടെ നിർത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ല അൻവർ പെരുമാറിയത്. അച്ചടക്കത്തിലെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് അൻവർ പെരുമാറി. ഇത് അംഗീകരിക്കാനാകില്ല. അൻവറിനെ നേരിടാൻ, അൻവറിന്റെ ഈ പ്രഖ്യാപനങ്ങളെ, അൻവറിന്റെ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങാനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു. അതായത് അൻവറിന്റെ വഴി, അൻവറിനെ നേരിടാൻ CPM-ന്റെ രാഷ്ട്രീയ വഴി. ഇതാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. CPM ഒരു കാര്യം ഉറപ്പിക്കുന്നു, അൻവറിൽ നിന്ന് ഇനിയും തലവേദനകൾ പാർട്ടിക്കുണ്ടാകും. അൻവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ CPM-ന്റെ ഉൾപ്പാർട്ടി രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാം. അത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് അൻവറിനെതിരെ രംഗത്ത് വരാൻ പാർട്ടി പ്രവർത്തകരോട് CPM ആവശ്യപ്പെടുന്നത്. അൻവറിന്റെ എതിരെയായ പഴയ കേസുകളടക്കം സർക്കാർ കുത്തിപ്പൊക്കുമെന്നും ഉറപ്പാണ്. അതിൻ്റെ ഒരു സൂചന ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്തു. അൻവർ പറഞ്ഞതുപോലെ ഫോൺ ചോദ്യത്തിലടക്കമുള്ള ആരോപണങ്ങൾ അൻവറിനെതിരെയുണ്ട്. ആരോപണമല്ല, അൻവർ വെളിപ്പെടുത്തിയതാണ്. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണം വൈകാതെ ഉണ്ടാകും. അൻവറിനെ പൂട്ടാൻ എല്ലാ വഴികളും CPM സ്വീകരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാൾ അല്ലെങ്കിൽ പാർട്ടി ശത്രു എങ്ങനെയാണോ ആ സമീപനമാകും അൻവറിനോട് CPM സ്വീകരിക്കുക. പ്രതിപക്ഷം വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോഴും അൻവറിന്റെ കാര്യത്തിൽ സമീപനം സ്വീകരിക്കുന്നത്. അൻവർ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് CPM-ന് മുഖ്യമന്ത്രിക്ക് രംഗത്ത് വരുന്നതാണ് തങ്ങൾ ഗുണമെന്നവർ തിരിച്ചറിയുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അൻവർ പുറത്തുപോയി കഴിഞ്ഞുവെങ്കിലും അൻവറിനെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയും, എന്നാൽ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അൻവറിന് പരമാവധി പിന്തുണ നൽകുന്ന ഒരു തന്ത്രമാകും UDF സ്വീകരിക്കുക. അൻവറിനെ കോൺഗ്രസിൽ എടുക്കാനോ അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമാക്കാനോ ഒന്നും ഇപ്പോൾ UDF തയ്യാറാകില്ല. പകരം അൻവറിനെ പുറത്തു നിന്നുകൊണ്ടുള്ള പരമാവധി പിന്തുണ നൽകും. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി രാജി അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കുകയും ചെയ്യും. PV അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി. പാർട്ടിക്കും സർക്കാരിനും LDF-നും എതിരായ എല്ലാ ആരോപണങ്ങളും തള്ളുന്നു. അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ്. ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അൻവർ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇപ്പോൾ പാർട്ടിക്കും LDF-നും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDF-നെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനാണ് അൻവർ എന്ന് വിചാരിക്കാനാവില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അൻവറിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് CPIക്ക് മറക്കാനാവില്ല. 2011 അഷ്റഫ് അൻവറിനോട് പരാജയപ്പെട്ടെങ്കിലും ആ പോരാട്ടം ശരിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് അഷ്റഫ് മത്സരിച്ചതെന്നും അത് ശരിയായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിന്റെ വരവ് CPIക്ക് മറക്കാൻ പറ്റില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരികളെ ചോദ്യം ചെയ്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ശ്രീ അൻവർ 2011 ഏറനാട്ടിൽ മത്സരിച്ചു. LDF-ന്റെ അന്നത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച അഷ്റഫ് കാളികത്തിനെ പരാജയപ്പെടുത്താനായി എന്തെല്ലാം സമ്മർദ്ദം വന്നാലും എന്തെല്ലാം പ്രലോഭനം വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുറുകെ പിടിച്ചേ പറ്റൂ. പ്രതിബന്ധങ്ങൾ എത്ര വലുതായാൽ പോലും ശരി, ഇതിന്റെ എല്ലാം മുമ്പിൽ പതറാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും ആ രാഷ്ട്രീയത്തിന്റെയും ശരിക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മത്സരിച്ചത്. LDF-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അഷ്റഫ് കാളിയത്ത്. അഷ്റഫ് പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. കെട്ടിവച്ച കാശ് കിട്ടിയില്ല. വലിയ വോട്ട് കിട്ടി ഞങ്ങളെക്കാളും അന്ന് ഈ അൻവറിന്. അതും മറക്കുന്നില്ല. പക്ഷെ ആ പോരാട്ടം ശരിക്ക് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം നീതിക്ക് വേണ്ടിയായിരുന്നു.
ആ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പി വി അൻവറിന്റേത് ബോധപൂർവ്വം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPM നേതാവ് AK ബാലൻ. പാർട്ടി സമ്മേളനത്തിലെ ചർച്ചകൾ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. പി ശശിക്കെതിരെ മുഖ്യമന്ത്രിക്കോ DGPക്കോ അൻവർ പരാതി നൽകിയിട്ടില്ല. സൂര്യൻ കെട്ടു എന്ന് അൻവറിന് തോന്നുന്നത് ഇരുട്ടത്ത് നിന്ന് നോക്കുന്നതുകൊണ്ടാണെന്നും AK ബാലൻ പറഞ്ഞു. ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത്. ശശിയെ സംബന്ധിച്ച് ഒരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, DGPക്ക് കൊടുത്തിട്ടില്ല. അൻവർ റെയ്ഡിന്റെ പാളത്ത് നിന്ന് പുറത്തു പോയി. എന്തിനാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് നല്ലൊരു ആലോചനയുടെ ഭാഗമാണ്. ഇത് കേവലം ഒരു ശശിക്കെതിരായി അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ ആലോചനയുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹം തിരിച്ചറിയും. പിണറായി വിജയന്റെ ഒരു ഇമേജ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ക്രമാനുഗതമായി വളർത്തിയെടുത്ത് ഇതിലേക്ക് എത്തിച്ചു അവര്. ഈ പിണറായി എന്ന സൂര്യൻ കെട്ടു എന്നാണ് അൻവർ. അതെ, കെട്ടതിന്റെ കാരണം എന്താ വെച്ചാൽ അയാൾ ഇരുട്ടിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാർമേഘമുണ്ട്. ആ കാർമേഘമാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണൂല. പറഞ്ഞു മനസ്സിലായില്ലേ? സൂര്യന്റെ പ്രകാശം അവിടെ തന്നെ ഉണ്ടാവും. അത് ഒരാൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ജ്വലിച്ചെന്ന് നിൽക്കും. അൻവറിന്റേത് ഗുരുതരമായ വഴിതെറ്റൽ എന്നായിരുന്നു P ജയരാജന്റെ പ്രതികരണം. അൻവർ വലതുപക്ഷത്തിന്റെ നാവായി മാറി. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. P ശശിക്കെതിരെ ഒരു തെളിവുമില്ലാതെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ PV അൻവറിനില്ല എന്നും P ജയരാജൻ പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്. അത് അന്വേഷണത്തിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം അതും അന്വേഷണ വിഷയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കും. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM.